റിയൽ ലൈഫിലെ സഞ്ജയ് രാമസ്വാമി ആരാണെന്നറിയോ? ഗജനിയിലെ സൂര്യനെ കണ്ടാൽ പാവം തോന്നും, അയാൾക്ക് 15 മിനിറ്റിൽ ഓർമ്മ നഷ്ടപ്പെടും, അടുത്ത 15 മിനിറ്റിൽ വീണ്ടും ഓർമ്മ വരും. എന്നാൽ ഇയാൾ ഹെൻറി ഗുസ്താഫ് മൽസൺ, ഇയാൾ ഇപ്പൊ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ അവിടെ എത്തി എന്ന് അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല. താൻ എത്ര നേരമായി ഇപ്പോൾ ഉണർന്നിരിക്കുന്നു എന്നുള്ള കാര്യം പോലും ഇയാൾക്ക് ഓർമ്മയുണ്ടാവില്ല. പുതിയ ഒരു ഓർമ്മയും ഇയാളുടെ ബ്രെയിനിൽ നിലനിൽക്കില്ല. 1 2 അല്ല, 55 വർഷമാണ് ഇയാൾ ഈ അവസ്ഥയിൽ ജീവിച്ചു തീർത്തത്. ചെറുപ്പത്തിലെ ഒരു സൈക്കിൾ ആക്സിഡന്റിന് ശേഷം അപസ്മാരമൊക്കെ വന്നു തുടങ്ങിയ ഹെൻറിക്ക് പതിയെ പ്രായം കൂടുന്തോറും ഈ അസുഖം കൂടി വരികയും അയാളുടെ 27ാമത്തെ വയസ്സിൽ ഒരു ബ്രെയിൻ സർജറിക്ക് വിധേയനാകേണ്ടി വരികയും ചെയ്തു. ഡോക്ടേഴ്സ് ഇയാളുടെ ബ്രെയിനിലെ ഹിപ്പോകാമ്പസ് പാർട്ടുകൾ റിമൂവ് ചെയ്ത് കളയേണ്ടി വരുന്നു. ഹെൻറിയുടെ ജീവൻ നിലനിർത്താനായിട്ട് വേറെ വഴിയില്ലായിരുന്നു. ഇതിനെ തുടർന്ന് ഇയാൾക്ക് സീഷേഴ്സ് ഒക്കെ വരുന്നത് കുറഞ്ഞു. പക്ഷെ പുതിയ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഇയാളുടെ കഴിവ് നഷ്ടപ്പെട്ടു. എന്നാൽ അയാൾക്ക് അയാളുടെ പാരന്റ്സിന് ഓർമ്മയുണ്ട്, അയാളുടെ കുട്ടിക്കാലം ഓർമ്മയുണ്ട്. പക്ഷെ താനിപ്പോ എവിടെയാണ്, എന്തിനാണ് ഇപ്പോൾ ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ മറന്നുപോകും. നിങ്ങളിപ്പോ അയാൾക്ക് കൈ കൊടുത്ത് പരിചയപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങളെ മറക്കാനായിട്ട് അധികം സമയം എടുക്കില്ല ഹെൻറിക്ക്. സിവിയർ ആൻഡ്രോഗ്രേഡ് അമ്നേഷ്യ ആയിരുന്നു ഹെൻറിക്ക്. ഹെൻറിയുടെ ബ്രെയിനിൽ നിന്ന് അന്ന് റിമൂവ് ചെയ്ത ഹിപ്പോകാമ്പസ് എന്ന പാർട്സ് അത് നമ്മുടെ പുതിയ ഓർമ്മകൾ നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നതാണെന്ന് അന്നാണ് ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത്. 2008 ഹെൻറി മരിക്കുന്നത് വരെ ഇയാളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ അന്നൊക്കെ പബ്ലിക്കിൽ നിന്ന് ഹെൻറി മൊളസനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് HM എന്ന പേരിലാണ് സയന്റിസ്റ്റുകൾ അയാളെ വിളിച്ചിരുന്നത്. പക്ഷെ പതിയെ ഹെൻറിക്ക് പല ടാസ്കുകളും പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുന്നത് അയാൾ മറന്നു പോകുന്നു. അതായത് ഡോക്ടേഴ്സ് ഹെൻറിയോട് ഒരു സ്റ്റാറിനെ ട്രാക്ക് ചെയ്ത് വരയ്ക്കാൻ പറയുന്നു. ഓരോ ദിവസവും ചെയ്യുമ്പോഴും അയാൾക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു 5 ദിവസം കഴിയുമ്പോൾ മുൻപത്തേതിനേക്കാൾ ബെറ്റർ ആയിട്ട് അയാൾ വരയ്ക്കുന്നുണ്ട്. പക്ഷെ അയാൾ മുൻപ് 4 ദിവസം പ്രാക്ടീസ് ചെയ്തത് അയാൾ ഓർക്കുന്നേയില്ല. 5ാമത്തെ ദിവസം സ്റ്റാർ ട്രേസ് ചെയ്ത് വരയ്ക്കാൻ നോക്കുമ്പോഴും ഹെൻറിക്ക് ഓർമ്മയില്ല കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് താൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അയാൾക്ക് എപ്പോഴും അതൊരു പുതിയ ടാസ്ക് മാത്രമാണ്. പക്ഷെ ഹെൻറിയുടെ ബ്രെയിൻ ആ പ്രോസസ്സ് ഫാസ്റ്റ് ആക്കുന്നുണ്ട്, കൃത്യമാക്കുന്നുണ്ട്. ഹെൻറി അറിയാതെ തന്നെ ഓരോ ദിവസവും അയാൾ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അയാൾക്ക് ബെറ്റർ ആയിട്ട് വരയ്ക്കാനും പറ്റുന്നുണ്ട്. ഇതിലൂടെ നമ്മുടെ മെമ്മറി, നമ്മുടെ ഓർമ്മകൾ ഒരൊറ്റ ഒന്നല്ല, നമ്മുടെ സ്കിൽസ്, നമ്മുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം പലയിടങ്ങളിലായിട്ട് ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് നമ്മൾ അന്ന് മുതൽ മനസ്സിലാക്കി ഹെൻറി കാരണം. നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടറിയാ.